ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അജൂസ് ഇംഗ്ലീഷ്. ഞാൻ അജ്മൽ ഷാവൽ. അപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 വേർഡുകൾ പരിചയപ്പെടുത്തി തരാം. മാത്രമല്ല, ആ ഒരു 3 വേർഡുകൾ ഈ വീഡിയോ അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ തറപ്പിച്ചിരിക്കണം. ഇനി ഞാൻ തെറ്റിക്കില്ല, ഇനി ഞാൻ ഈ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ തെറ്റിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ കാണുക. അപ്പൊ ഞാൻ 3 വേർഡുകളും പരിചയപ്പെടുത്തി തരാം. വേർഡ്സ് ഇതാണ്: ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ. അപ്പം എന്താണ് ഈ 3 വാക്കുകളുടെയും അർത്ഥം? ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർബുകളെ കുറിച്ചിട്ട്. ഇത് ഒരു വെർബാണ്. ഈ ഒരു വെർബ്, ഞാൻ വെർബുകളുടെ ക്ലാസിഫിക്കേഷൻ 2 തരത്തിലാണെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. റെഗുലർ ഉണ്ട്, ഇറഗുലർ ഉണ്ട്. അതിനകത്ത് ഒരു ഇറഗുലർ വെർബാണ് ഇത്. കാരണം ഈ ഒരു വേർഡുകൾ അവരുടെ വർത്തമാന കാലത്ത് നിന്ന് പാസ്റ്റിലേക്കോ, പാസ്റ്റ് ഫോമിലേക്കോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്കോ മാറ്റുമ്പോൾ വെറൈറ്റികളായിരിക്കും. 3കൾക്ക് 3 കൊല്ലത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ഇറഗുലർ വെർബുകളുടെ ക്ലാസിഫിക്കേഷനകത്ത് ഈ ഒരു 3 വേർഡുകളും ചേർക്കാം. ഈ ഒരു വെർബിന് വേറെ പേരും പറയുന്നുണ്ട്. ഞാൻ ആ പേര് നമുക്ക് ഈ വീഡിയോയുടെ ടൈറ്റിലിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, എന്താണ് ഈ 3 വേർഡുകളുടെയും മീനിങ്? മലയാളത്തിൽ ഇതിന്റെ 3 വേർഡുകളുടെ മീനിങ് ആണ് അല്ലെങ്കിൽ ആകുന്നു. ആണ്, ആകുന്നു. അപ്പൊ നമുക്കിനി ഇനി അടുത്ത വീഡിയോയിൽ എവിടെ കാണുകയാണെങ്കിലും, എവിടെ ഈസ് കാണുകയാണെങ്കിലും, എവിടെ ആറ് കാണുകയാണെങ്കിലും, എവിടെ ആമ് കാണുകയാണെങ്കിലും അതിന്റെ അർത്ഥം ആണ്, ആകുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആണ്, ആകുന്നു എന്ന് പറയുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്. ആണ്. ഉദാഹരണത്തിന്, ഐ ആം എ ടീച്ചർ. ഞാൻ ഒരു അധ്യാപകൻ ആണ്. അവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ആം വന്നിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ആം എന്ന് പറയുന്ന വേർഡ്, ഈ ആം എന്ന ആകുന്നു എന്ന് പറയുന്ന വേർഡ് എപ്പോഴും ഐ എന്നതിന്റെ കൂടെ ആയിരിക്കും വരിക. ഐ ആം എ ടീച്ചർ. ഞാൻ ഒരു അധ്യാപകനാകുന്നു. ഐ ആം എ ഡോക്ടർ. ഞാൻ ഒരു ഡോക്ടർ ആകുന്നു. ഐ ആം എ ഫാർമസിസ്റ്റ്. ഞാനൊരു ഫാർമസിസ്റ്റ് ആകും. അപ്പം ഐ എവിടെയുണ്ടോ അതിന്റെ കൂടെയൊക്കെ ആം ഉണ്ടാവും. പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അതായത് നമ്മൾ വർത്തമാന കാലത്ത് സംസാരിക്കുമ്പോൾ ഐ ആം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആകുന്നു. ഐ ആം എ ഫാർമസിസ്റ്റ്. ഞാനൊരു ഫാർമസിസ്റ്റ് ആകുന്നു. ഐ ആം എ ലോയർ. ഞാനൊരു വക്കീലാകുന്നു. എന്നിങ്ങനെയുള്ള ആം. അപ്പൊ ഐ എന്ന് പറയുന്ന വാക്കിന്റെ കൂടെയാണ്, ലെറ്ററിന്റെ കൂടെയാണ് ആം എപ്പോഴും വരിക. ഇനി അടുത്തത് ഈസ്. എവിടെയാണ് ഈസ് വരിക? സിംഗുലാർ വേർഡ്സിന്റെ കൂടെ അല്ലെങ്കിൽ സിംഗുലാർ നൗണിന്റെ കൂടെ, അതായത് ഒറ്റക്കുള്ള നാമങ്ങളുടെ കൂടെ. ഉദാഹരണത്തിന്, അവൻ എന്ന് പറയുകയാണെങ്കിൽ ഹി ഒരൊറ്റ ആളുള്ളൂ. ഒരു ആൺകുട്ടിയെ, ഒരു ആണായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഹി എന്ന് പറയുക. അപ്പം ഹി ആകുന്നു, അവൻ ഒരു ഡോക്ടർ ആകുന്നു. ഹി ഈസ് എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടർ ആകുന്നു അല്ലെങ്കിൽ അവൻ ഒരു ഡോക്ടറാണ്. ഹി ഈസ് എ ലോയർ. അവൻ ഒരു വക്കീലാകുന്നു. അപ്പോ ഈസ് വന്നു. അതായത് സിംഗുലാർ വേർഡുകളുടെ കൂടെ, സിംഗുലാർ നാമങ്ങളുടെ കൂടെ. അതായത് സിംഗുലർ എന്ന് പറയുകയാണെങ്കിൽ ഒരാളുകളുടെ കൂടെ. പക്ഷെ നമ്മൾ ഐ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ കൂടെ എപ്പോഴും ആം മാത്രമേ വരുള്ളൂ. ഐ ഈസ് എന്നൊരിക്കലും പറയല്ല, ഐ ആർ എന്നൊരിക്കലും പറയാറില്ല. അപ്പം ഈസ് സിംഗുലറിന്റെ കൂടെ മാത്രമേ ഈസ് വരികയുള്ളൂ. അപ്പം ഷീ അവൾ, ഇറ്റ് അത്, ഹി അവൻ എന്നിങ്ങനെയുള്ള സിംഗുലാർ നൗണുകളുടെ കൂടെ മാത്രമേ ഈസ് വരുള്ളൂ വർത്തമാന കാലത്ത്. ഇപ്പൊ എന്നോട് ചോദിക്കാണ്, അവൻ എന്താ ചെയ്യുന്നത്? ഹി ഈസ് ടീച്ചിങ്. അവൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹി ഈസ്, അവൻ പഠിപ്പിക്കുകയായിരുന്നു, പഠിപ്പിക്കുകയാണ്. ഞാൻ ബിസിയാണ്. ഐ ആം ബിസി. അപ്പൊ കണ്ടില്ലേ, ഐന്റെ കൂടെ ആം വന്നു. ഞാൻ അജ്മലാണ്. ഐ ആം അജ്മൽ. ഞാൻ ലോയറാണ്. ഐ ആം എ ലോയർ.
അപ്പം ഫ്രണ്ട്സ്, ആമിന്റെ കൂടെ എപ്പോഴും ഐ കൂടെ ഉണ്ടാവും. മാത്രമല്ല ഈസിന്റെ കൂടെ എപ്പോഴും ഒരു സിംഗുലാർ ആളുകളെ എപ്പോഴും ഉണ്ടാവുള്ളൂ. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഇനി ആറ്. അപ്പം എന്തായിരിക്കും? പ്ലൂരലിന്റെ കൂടെ. പ്ലൂരൽ അതായത് ഒരുപാട് ആളുകൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ കൂടുമ്പോൾ, അങ്ങനെ കുറെ ഒരു കൂട്ടം ആളുകളുടെയൊക്കെയാണ് നമ്മൾ ആറും ചേർക്കുക. ഉദാഹരണത്തിന് കുറച്ച് കുട്ടികളുണ്ട്. കുട്ടികൾ പാർക്കിൽ കളിക്കുകയാണ്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ചിൽഡ്രൻ ആർ. ചിൽഡ്രൻ എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ. ചൈൽഡ് ആണ് സിംഗുലർ. ചൈൽഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കുട്ടി. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ഇനി വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ടീച്ചർമാർ ഓഫീസിലാണ്. ടീച്ചേഴ്സ് ആർ ഇൻ ദ ഓഫീസ്. അപ്പൊ കണ്ടില്ലേ, ടീച്ചേഴ്സ് അധ്യാപകന്മാർ. അധ്യാപകന്മാർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാണ്, ഒരു കൂട്ടം ജനങ്ങളാണ്, ഒരു കൂട്ടം വസ്തുക്കൾ. അത് അധ്യാപകന്മാര്, അത് കൂട്ടം ആളുകളായതുകൊണ്ട് ടീച്ചേഴ്സ് ആർ ഇൻ ദ ഓഫീസ്. അധ്യാപകന്മാരെല്ലാവരും ഓഫീസിലാണ്. ഇനി ഒരു കൂട്ടം വസ്തുക്കളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബോക്സ്. കുറെ ബോക്സുകൾ ഉണ്ട്. ബോക്സിന്റെ പ്ലൂരലാണ് എന്ത്? ബോക്സസ്. ബോക്സസ് പ്ലൂരൽ. ഒരു ബോക്സിനെ ബോക്സ് എന്ന് പറയും. കുറെ ബോക്സുകളാണെങ്കിൽ ബോക്സസ് എന്ന് പറയും. അപ്പം ബോക്സസ് ആർ ഇൻ ദ കിച്ചൺ. ബോക്സസ് എല്ലാം കിച്ചണിലാകുന്നു. ബോക്സസുകളെല്ലാം കിച്ചണിലാകുന്നു. എല്ലാ ബോക്സുകളും കിച്ചണിലാകുന്നു, അല്ലെങ്കിൽ കിച്ചണിലാണ്. അപ്പം ഈ ഒരു വീഡിയോയുടെ അവസാനം അപ്പം ഈ ഒരു സന്ദർഭത്തില് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഐ എന്നതിന്റെ കൂടെ എപ്പോഴും ആം വരും. സിംഗുലാർ നൗണുകളോ അല്ലെങ്കിൽ സിംഗുലാർ ഉള്ള ഐറ്റംസുകളോ ആണെങ്കിൽ അതിന്റെ കൂടെ ഈസ് വരും. പ്ലൂറൽസ് ആണെങ്കിൽ അതിന്റെ കൂടെ ആറ് വരും. ഇതൊക്കെ വർത്തമാനകാലത്താണ് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈസ്, ആമ്, ആറ് എന്നുള്ളത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ കുറെ എക്സാമ്പിളുകളും പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരും. അതിന്റെ ഇംഗ്ലീഷ് എനിക്ക് അയച്ചു തരിക. അപ്പൊ അതിനകത്തുള്ള മിസ്റ്റേക്സും വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഇനി ഇതിന്റെ പാസ്റ്റ് ടെൻസ് പഠിക്കാം. ഈസ്, ആം, ആർ അതിന്റെ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയാം. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശുഭദിനം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും എന്റെ യൂട്യൂബ് ചാനലായ അജൂസ് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.